നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കോൺഗ്രസിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ആരും BJPയിലേക്ക് പോകാവുന്ന അവസ്ഥയെന്നും A. വിജയരാഘവൻ. കോതകുറിശ്ശിയിൽ 110 kV വൈദ്യുതി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണോദ്ഘാടനം മാർച്ച് 11-ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിക്കും. പദ്ധതി 2 വർഷത്തിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ. വനിതാ ദിനാഘോഷം. മലപ്പുറത്ത് രാത്രി നടത്തവുമായി സ്ത്രീകൾ. സ്ത്രീധനത്തിനെതിരെ ദീപം തെളിയിച്ച് പ്രതിജ്ഞയെടുത്തു. പെരിന്തൽമണ്ണയിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം ആവശ്യം ശക്തമാക്കി ഖാദർലി ക്ലബ്ബ്. PTM ഗവൺമെൻറ് കോളേജിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ക്ലബ്ബ്. വിശദമായ വാർത്തകൾ നോക്കാം. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ A. വിജയരാഘവൻ. ശ്രീകൃഷ്ണപുരത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ നിന്ന് ആര് എപ്പോൾ BJPയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ദേശീയ പ്രസ്ഥാനമെന്ന നിലയിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ഉന്നത മൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നതെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ശ്രീ A. കെ. ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും കൂടെ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ ആരും പോകുമെന്നുള്ളതാണ് അന്തരീക്ഷം. അത് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നിരവധി മുൻ മുഖ്യമന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ, MP മാർ, MLA മാർ, മുൻ മന്ത്രിമാർ ഇവരെല്ലാം ഒന്നിച്ചൊന്നായി വേഗത്തിൽ കോൺഗ്രസിൽ ചേക്കേറുന്നൊരു കാഴ്ച, BJPയിൽ ചേക്കേറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലാര് പോകും, ആര് പോകില്ല എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. ഒറ്റ ഉത്തരേ പറയാൻ കഴിയുള്ളൂ. പോകാനായിട്ടുള്ളവരാണ് ഏതാണ്ട് എല്ലാവരും എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു പൊതുവശം. കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത മൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അവരതിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനമാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷധാരയാണ് ഹിന്ദുത്വ തീവ്രവാദധാര. അവർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ തീവ്ര ഹിന്ദുത്വ വഴിയിലേക്ക് നയിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, പുലാപ്പറ്റ, കോട്ടപ്പുറം, എലമ്പുലാശ്ശേരി, പൂക്കോട്ടുകാവ് എന്നിവിടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ആദ്യഘട്ട പ്രചാരണത്തിന് എത്തിയത്. ആവേശകരമായ സ്വീകരണമാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഒരുക്കിയത്. നേതാക്കളായ K. സലീക, S. അജയ്കുമാർ, M. ഹംസ, K. പ്രേംകുമാർ MLA, P. അരവിന്ദാക്ഷൻ, P. മൊയ്തീൻകുട്ടി, M. മോഹനൻ, VP ജയപ്രകാശ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ സ്വീകരണത്തിനോടൊപ്പം ശ്രീകൃഷ്ണപുരം EMS പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആംബുലൻസ് A. വിജയരാഘവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോക്കൽ സെക്രട്ടറി B. രാജേഷ് അധ്യക്ഷനായി. ഒറ്റപ്പാലത്ത് റോഡ് ഷോയുമായി LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കണിയമ്പുറം പാലം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം വരെയായിരുന്നു റോഡ് ഷോ. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ നേതൃത്വത്തിലാണ് ഒറ്റപ്പാലത്ത് റോഡ് ഷോ നടത്തിയത്. കണ്ണിയമ്പുറം പാലം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം വരെയാണ് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ റോഡ് ഷോ നടന്നത്. K. പ്രേംകുമാർ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI നേതാവായിരുന്ന U. മാധവന്റെ കരിമ്പുഴയിലെ വീട്ടിൽ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ സന്ദർശനം നടത്തി. U. മാധവന്റെ മകനും CPI ജില്ലാ സെക്രട്ടറിയുമായ KP സുരേഷ് രാജ്, K. പ്രേംകുമാർ MLA, K. സലീക, M. ഹംസ, KT രാമചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സൈതാലി, ജ്യോതി വാസൻ, ഗിരീഷ് ബാബു എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. U. മാധവന്റെ ഭാര്യ KP പുഷ്പ സ്ഥാനാർത്ഥിയെ ഷാൾ അണിയിച്ചു. U. മാധവന്റെ കല്ലറയിൽ A. വിജയരാഘവൻ പുഷ്പാർച്ചന നടത്തി. കോതകുറിശ്ശി 110 kV വൈദ്യുതി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം മാർച്ച് 11-ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിക്കും. വൈദ്യുതി വിതരണ രംഗത്ത് ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ സബ്സ്റ്റേഷൻ ആരംഭിക്കാൻ KSEB തീരുമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥർ ചെർപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSEBയുടെ തനത് ഫണ്ടിൽ നിന്നും 12 കോടി രൂപ വിനിയോഗിച്ചാണ് കോതകുറിശ്ശിയിൽ 110 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് നേരിടുന്ന നിരന്തരമായ വൈദ്യുതി തടസ്സം പരിഹരിക്കുകയും മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുകയുമാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പദ്ധതി തുടങ്ങി 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാർച്ച് 11 വൈകിട്ട് 3:30 സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം
വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് KCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2024 മാർച്ച് 11-ാം തീയതി വൈകുന്നേരം 3:30-ന് തരുവക്കോണം കനാൽ പരിസരത്ത് വെച്ച് നടത്തുന്നത്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവറുകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട ഷൊർണൂർ നിയോജകമണ്ഡല MLA ശ്രീ മമ്മിക്കുട്ടി അവറുകളാണ് അധ്യക്ഷത വഹിക്കുന്നത്. തദവസരത്തിൽ വിശിഷ്ട അതിഥിയായിട്ട് പാലക്കാട് MP ആയിട്ടുള്ള ശ്രീ VK ശ്രീകണ്ഠൻ അവറുകളും ഉണ്ടായിരിക്കുന്നതാണ്. കോതക്കുറിച്ചി 110 kV സബ്സ്റ്റേഷൻ ആ സ്ഥലത്ത് ഉദ്ദേശിക്കാനുള്ള കാരണം ആ പ്രസ്തുത സ്ഥലത്തെ പ്രദേശവാസികളുടെ അവർക്ക് അനുഭവപ്പെടുന്ന വോൾട്ടേജ് ക്ഷാമവും നിരന്തരമായ വൈദ്യുതി തടസ്സങ്ങളും അത് രണ്ടും പരിഹരിക്കപ്പെടുന്ന ഉദ്ദേശിച്ചിട്ടാണ് കോതക്കുറിച്ചി സബ്സ്റ്റേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതി തുടങ്ങി 2 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 12 കോടി രൂപ KECBയുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലാണ് പദ്ധതി ഉദ്ദേശിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ സാങ്കേതിക അനുമതിയും ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതാണ്. ഈ ഉദ്ഘാടന യോഗം വളരെ എല്ലാ നാട്ടുകാരും P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാവും. ജില്ലാ കളക്ടർ S. ചിത്ര, തദ്ദേശ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും KCB ഷൊർണൂർ ട്രാൻസ്മിഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജന ദേവി K, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ CK, ഒറ്റപ്പാലം ട്രാൻസ്മിഷൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോമൻ K, ചെറുപ്പശ്ശേരി കൺസ്ട്രക്ഷൻ ട്രാൻസ്മിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ KP എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുയിടം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തി മലപ്പുറത്ത് സ്ത്രീകളുടെ രാത്രി നടത്തം. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറത്തെ രാത്രി നടത്തം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രി നടത്തം ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് ജീവനക്കാരും അംഗനവാടി പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്തു നിന്ന് തുടങ്ങി KSRTC ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു നടത്തം. സ്ത്രീധനത്തിനെതിരെ ദീപം തെളിയിച്ച വനിതകൾ പ്രതിജ്ഞയെടുത്തു. വനിതാ സംരക്ഷണ ഓഫീസർ DM ശ്രുതി, CDPO ആതിര തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിലുള്ള വനിതാ വിങ് വനിതാ ദിനത്തിൽ പെണ്ണൊരുമ എന്ന പേരിൽ സൊസൈറ്റിയിലെ രോഗീ പരിചരണത്തിന് തുടക്കം കുറിച്ചു. ദിനാചരണം ഉദ്ഘാടനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ നിർവഹിച്ചു. വനിതാ വിങ് പ്രസിഡന്റ് ഫാത്തിമ പൂദാനി, ജനറൽ സെക്രട്ടറി TP സൈനബ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ പാറാക്കോട്ടെ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് കാദർലി സ്പോർട്സ് ക്ലബ്ബ്. വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സ്റ്റേഡിയവും സ്പോർട്സ് ഹോസ്റ്റലും നിർമ്മിക്കാൻ കാദർലി ക്ലബ്ബ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കാദർലി ക്ലബിൻ്റെ 50ാമത് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന കഴിഞ്ഞ വർഷം ക്ലബ്ബ് മുന്നോട്ട് വച്ച പ്രധാന പദ്ധതിയായിരുന്നു പെരിന്തൽമണ്ണയിൽ സ്വന്തമായി സ്റ്റേഡിയം വേണമെന്നത്. സ്ഥലം കണ്ടെത്താനുള്ള ശ്രമവും കാദർലി ക്ലബ്ബ് നടത്തിയിരുന്നു. PTM ഗവൺമെൻറ് കോളേജിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ സ്ഥലം തന്നെ പ്രയോജനപ്പെടുത്താം. സ്റ്റേഡിയവും സ്പോർട്സ് ഹോസ്റ്റലും നിർമ്മിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖാദറാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ ക്ലബിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 52ാമത് കാദർലി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് 2024 ഡിസംബർ മാസത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. ക്ലബ്ബ് നടത്തിവരാറുള്ള 20 വയസ്സിന് താഴെയുള്ളവർക്കായി ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും സംഘടിപ്പിക്കും. SSLC, +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുവാനും തീരുമാനിച്ചു. ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ട്രഷറർ മണ്ണിൽ ഹസൻ, EK സലീം, അഡ്വക്കേറ്റ് സുനിൽ തോമസ്, യൂസഫ് രാമപുരം, കുറ്റിരി മാനുപ്പ, MK കുഞ്ഞേമു, പാറയിൽ കരീം, H മുഹമ്മദ് ഖാൻ, മണ്ണേങ്ങൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും വനിതാ വേദിയുടെയും ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തിൻ്റെ ഭാഗമായി 100 വയസ്സ് തികഞ്ഞ മുതിർന്ന വനിതയെ ആദരിച്ചു. നഗരസഭ മുൻ കൗൺസിലർ C. പുഷ്പ ഉപഹാരം നൽകി ആദരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും വനിതാ വേദിയുടെയും ആഭിമുഖ്യത്തിൽ കാരക്കാട് പ്രദേശത്തെ 100 വയസ്സ് പൂർത്തിയായ
മുതിർന്ന വനിതയായ തേക്കിൻകാട്ടിൽ ദാക്ഷായണിയെ ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് കെ.പി. സുധീഷിൻ്റെ അധ്യക്ഷതയിൽ നഗരസഭ മുൻ കൗൺസിലർ സി. പുഷ്പ ഷാളണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. സി. ബിജു, എ.പി. മധു, സി.എസ്. ശ്രീജിത്ത്, കെ. രാധിക, സുമി മനേഷ്, പി. വിമല, സി. കവിത, കെ.പി. അനില, കെ.പി. രമ്യ, പ്രജിത മനോജ്, പി. മായ, കെ.പി. ദേവു, പി. വിസ്മയ, ഗ്രീഷ്മ ദേവദാസ്, സി. ചേതന, സിജി സുനോജ്, കെ. സുനിത, വി. എ. വിമൽ, സി. അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. എൻ്റെ കുട്ടിയുടെ കല്യാണമാണ്, വിവാഹത്തിന് അണിയാൻ വസ്ത്രമില്ല, സഹായിക്കാമോ എന്ന് ഒരമ്മയുടെ ചോദ്യം. അന്നു മുതൽ നിർധന കുടുംബങ്ങളിലെ മണവാട്ടികൾക്ക് അണിഞ്ഞൊരുങ്ങാൻ വിവാഹ വസ്ത്രങ്ങൾ ശേഖരിച്ചു വയ്ക്കുകയാണ് കോട്ടോപ്പാടം കുണ്ടിലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ. വ്യത്യസ്ത വലിപ്പത്തിലും മോഡലുകളിലുമുള്ള 250ഓളം വിവാഹ വസ്ത്രങ്ങളുണ്ട് ഇവിടെ. ആവശ്യക്കാരായ ആർക്കും നേരിട്ടെത്തി ഉപാധികളൊന്നുമില്ലാതെ വസ്ത്രം കൊണ്ടുപോകാവുന്നതാണ്. മകളുടെ കല്യാണമാണ് നാളെ. പക്ഷേ ഭംഗിയുള്ള വസ്ത്രമണിയിച്ച് മകളെ സ്വയംവര പന്തലിൽ നിർത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഒരു വിവാഹ വസ്ത്രം വാങ്ങിത്തരുമോ എന്ന ചോദ്യവുമായി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഉമ്മർ ഒറ്റകത്തിന് വന്ന അമ്മയുടെ ഫോൺ വിളിയാണ് ഇന്നീ കാണുന്ന വസ്ത്രങ്ങൾക്ക് പിന്നിലെ കാരണം. വിവാഹ ചെലവിൽ സാമ്പത്തിക ഭദ്രത താളം തെറ്റുന്ന പല കുടുംബങ്ങളിലെയും പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസമാണ് ഭംഗിയുള്ള വിവാഹ വസ്ത്രങ്ങൾ ഇല്ല എന്നത്. ആയിരക്കണക്കിന് രൂപ വില വരുന്ന വസ്ത്രം മംഗല്യനാളിൽ അണിഞ്ഞാൽ പിന്നെ മിക്ക ആളുകളും ആ വസ്ത്രം ഉപയോഗിക്കാറില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് വിവാഹ വസ്ത്രങ്ങൾ കണ്ടെത്തി അവ ശേഖരിച്ചു വയ്ക്കാൻ കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ മുന്നോട്ട് വന്നത്. ഏതൊരു പെൺകുട്ടിയുടെയും വലിയൊരു സ്വപ്നമാണ് കല്യാണ ദിനം നല്ലൊരു ഡ്രസ്സ് അണിയുക എന്നത്. എന്നാൽ നമുക്ക് ചുറ്റിലും സാമ്പത്തിക പ്രയാസം കാരണം ഇത്തരത്തിൽ സാധിക്കാത്തവരുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഡ്രസ് ബാങ്കിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും ഇന്നിവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ലഭിക്കുന്ന വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്ത് കൂട്ടായ്മ ഒരുക്കിയ ഡ്രസ് ബാങ്കിലാണ് ശേഖരിച്ചു വെക്കുന്നത്. ആവശ്യക്കാർക്ക് നേരിട്ട് വന്ന് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ 28ഓളം യുവതികൾ കൂട്ടായ്മ നൽകിയ വസ്ത്രമണിഞ്ഞ് വിവാഹിതരായി. വിവിധ വലിപ്പത്തിലും ഡിസൈനിലുമുള്ള 250ഓളം വസ്ത്രങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. വസ്ത്രശേഖരത്തിൻ്റെ വിവരമറിഞ്ഞ് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പേർ വസ്ത്രങ്ങൾ നേരിട്ടും കൊറിയർ വഴിയും കൂട്ടായ്മയിലേക്ക് അയച്ചു നൽകുന്നുണ്ട്. യുവതികളെ കൂടാതെ ഇപ്പോൾ യുവാക്കൾക്കുള്ള വസ്ത്രങ്ങളും ഡ്രസ് ബാങ്കിൽ ഉണ്ട്. ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കുക എന്ന നിർദ്ദേശം മാത്രമാണ് കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കാറ്. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് ഭദ്രമായിട്ട് അലമാരയിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. ആ സാധനം നമുക്ക് ഒരു കാലത്തും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് ഇതേപോലെയുള്ള നിർദ്ധരായ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജീവകാരുണ്യ പ്രവർത്തനം, ഒരു കാരുണ്യ പ്രവർത്തനമായി അത് നല്ലൊരു പ്രവർത്തനമാക്കിയിട്ട് മാറ്റണം. സമൂഹം ഇതിന് മുന്നോട്ട് വരണമെന്ന് ഇതുമായി അന്ന് വിവാഹ വസ്ത്രം ആവശ്യപ്പെട്ട് വിളിച്ച അമ്മയുടെ മകൾക്ക് 13,000 രൂപയുടെ വസ്ത്രങ്ങൾ കൂട്ടായ്മ വാങ്ങി നൽകിയിരുന്നു. വിവിധ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന കൂട്ടായ്മയാണ് കുണ്ടിലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ. മലപ്പുറം CBSE സഹോദയ വാർഷിക ജനറൽ ബോഡിയും ജൂനിയർ IAS പദ്ധതി പ്രഖ്യാപനവും നടത്തി. പെരിന്തൽമണ്ണ IAS സ്കൂളിൽ നടന്ന യോഗം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സ് വാർഷിക ജനറൽ ബോഡിയും പ്രിൻസിപ്പൽമാർക്ക് ബോധവൽക്കരണ സെമിനാറും ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ജൂനിയർ IAS പദ്ധതി നജീബ് കാന്തപുരം MLA വിശദീകരിച്ചു. CBSE സ്കൂളുകൾ ജൂനിയർ IAS പദ്ധതിയിൽ ഭാഗമാകുന്നത് ഭാവിയിൽ മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കുമെന്ന് MLA പറഞ്ഞു. സഹോദയ പ്രസിഡന്റ് M. അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി CBSE ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഗുണനിലവാര പരിശോധനയും സഫൽ പദ്ധതിയും ബന്ധപ്പെടുത്തിയുള്ള പഠന ശിബിരത്തിന് CBSE മാസ്റ്റർ ട്രെയിനർ ജോജി പോൾ നേതൃത്വം നൽകി. മുഖ്യ രക്ഷാധികാരി K. ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. CBSE സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലിങ്ങൽ മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി M. ജൗഹർ, ട്രഷറർ P. ഹരിദാസ്, നിർമ്മല ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അമ്പലപ്പാറ കടമ്പൂർ മുള്ളങ്കര ബാലമുരുക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവ് അയ്യപ്പൻകാവിൽ ശിവരാത്രി ആഘോഷിച്ചു. ശിവരാത്രിയുടെ ഭാഗമായി തിരുവാതിരക്കളിയും ഭജനയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പുഷ്പാഞ്ജലികളും അഭിഷേകവും ഉണ്ടായി. വൈകിട്ട് പാനകപൂജയും ദീപം തെളിയിക്കലും നടന്നു. രാത്രി ശിവദം, നടനം,
നാട്യേശ്വര തുടങ്ങിയ ടീമുകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും മറ്റു കലാപരിപാടികളും അരങ്ങേറി. ശ്രവന്തിദാസ്, ആര്യ എന്നിവർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി വൈകിട്ട് അന്നദാനവും ഉണ്ടായിരുന്നു. പൂക്കോട്ടുകാവ് കല്ലുവഴി കുന്നീശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഈശ ആദിയോഗി സന്നിധിയിൽ നടക്കുന്ന പരിപാടികൾ തത്സമയം പ്രദർശിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായി. ശ്രീകൃഷ്ണപുരം തോട്ടര ആയമ്പള്ളി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി വിപുലമായി ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, കഥകളി എന്നിവയും ഉണ്ടായി. ശിവരാത്രിയോടനുബന്ധിച്ച് 101 കുടംധാര, പ്രഭാത ഭക്ഷണം, സർവേശ്വര്യ പൂജ, രാവിലെ ഓട്ടംതുള്ളൽ, ഭക്തി പ്രഭാഷണം, പ്രസാദ ഊട്ട് എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. വൈകിട്ട് കേളി, 7 മണിക്ക് തിരുവാതിരക്കളി, കലാമണ്ഡലം മേജർ സെറ്റ് അവതരിപ്പിച്ച കഥകളി എന്നിവയും ഉണ്ടായി. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. 13-നാണ് ആറാട്ട്. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 7 ദിവസത്തെ ഉത്സവത്തിനാണ് കൊടിയേറിയത്. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. കൊടിയേറ്റത്തിന് ശേഷം നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. 12-ന് പള്ളിവേട്ടയും 13-ന് ആറാട്ടും നടക്കും. എല്ലാ ദിവസവും 7 മണിക്ക് കലാപരിപാടികളും അരങ്ങേറും. ആറാട്ട് ദിവസം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുണ്ടാകും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. മുളയങ്കാവ് രാഘവപുരം EMS സാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെ 11ാം വാർഷികാഘോഷം നടന്നു. സാഹിത്യകാരൻ PM ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം K ബാലഗംഗാധരൻ അധ്യക്ഷനായി. വേദി ഏർപ്പെടുത്തിയ പ്രാദേശിക പ്രതിഭാ പുരസ്കാരം MV മോഹനന് നൽകി. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് MM വിനോദ് കുമാർ, ജനാർദ്ദനൻ നായർ, രാജഗോപാലൻ മുളയങ്കാവ്, P പ്രദീപ്, ശ്രീജ, T നാസർ, MV മോഹനൻ എന്നിവർ സംസാരിച്ചു. വേദി പ്രവർത്തകരുടെ നാടകവും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ചുവടുവെച്ച് അങ്ങാടിപ്പുറം പാലിയേറ്റീവ് ക്ലിനിക്കിന് വേണ്ടി റിട്ടയർഡ് ഹവിൽദാർ കുഞ്ഞിരാമൻ നായർ സൗജന്യമായി നൽകിയ 26 സെന്റ് ഭൂമിയിൽ പുതിയ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി. മഞ്ഞളാംകുഴി അലി MLA കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പാലിയേറ്റീവ് കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം നൽകിയ ഹവിൽദാർ കുഞ്ഞിരാമൻ നായരുടെ സാന്നിധ്യത്തിലാണ് MLA മഞ്ഞളാംകുഴി അലി ശിലാസ്ഥാപനം നടത്തിയത്. പാലിയേറ്റീവ് കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വാദാച്ചിറ ബേബി അധ്യക്ഷനായിരുന്നു. പാലിയേറ്റീവ് ക്ലിനിക് പ്രസിഡന്റ് MT കുര്യാക്കോസ് കെട്ടിട നിർമ്മാണ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെയർബാൻ, വാർഡംഗങ്ങളായ KT അൻവർ, ബഷീർ തുമ്പിലക്കാടൻ, കോറോഡൻ റംല, MK ഖദീജ ടീച്ചർ, വിജയലക്ഷ്മി, പരിയാപുരം ഫാത്തിമ മാതാ ചർച്ച് വികാരി ഫാദർ ജെയിംസ് വാമറ്റത്തിൽ, പുതനങ്ങാടി മഹല്ല് സെക്രട്ടറി പാതാരി ഹംസപ്പ ഹാജി, P രാധാകൃഷ്ണൻ, പാലിയേറ്റീവ് മങ്കട സോണൽ സെക്രട്ടറി ബഷീർ കിനാദിയിൽ, തിരൂർക്കാട് പാലിയേറ്റീവ് സെക്രട്ടറി മാന്തോണി ഷൗക്കത്ത്, മങ്കട ക്ലിനിക് പ്രതിനിധി ഹംസ തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ഫെഡ് പ്രതിനിധി അമീർ പാതാരി, ലയൺസ് ക്ലബ്ബ് പ്രതിനിധി ലൂക്കോസ് കൂത്രപ്പള്ളി, K സൈദുട്ടി ഹാജി, KT ഹനീഫ, സലാം കുറ്റിരി എന്നിവർ സംസാരിച്ചു. ക്ലിനിക് സെക്രട്ടറി നൌഷാദ് അലി KT, ട്രഷറർ പ്രകാശ് മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. വിവാഹവും മറ്റ് ആഘോഷ പരിപാടികളും അവിസ്മരണീയമാക്കാൻ പുതുമകളുമായി ഏലംകുളത്ത് ശുഭം കൺവെൻഷൻ സെൻറ്റർ അണിഞ്ഞൊരുങ്ങി. മനോഹരമായി നവീകരിച്ച് പ്രവർത്തനമാരംഭിച്ച ശുഭം കൺവെൻഷൻ സെൻറ്ററിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്.
നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുമായാണ് ഏലംകുളം ശുഭം കൺവെൻഷൻ സെൻറ്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷ പരിപാടികൾക്കുമെല്ലാം അനുസൃതമായ രീതിയിൽ കൂടുതൽ ആകർഷണീയമാക്കിക്കൊണ്ടാണ് ശുഭം കൺവെൻഷൻ സെൻറ്റർ ഏലംകുളത്തിന് പുതുമയേകുന്നത്. AC, non-AC സൗകര്യം, ആകർഷണീയമായ റിസപ്ഷൻ, വിശാലമായ ഹാൾ, സ്റ്റേജ് സൗകര്യം, വിശാലമായ ഡൈനിങ് ഏരിയ, ഡ്രസ്സിംഗ് റൂം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കിച്ചൺ, വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം, സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം എന്നിവയെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ്. സ്ത്രീകൾക്ക് നമസ്കരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെയുണ്ട്. കഴിഞ്ഞ ജനുവരി മുതൽ സ്റ്റാർട്ടായിട്ടുള്ള ഈ ഓഡിറ്റോറിയം വളരെ സൗകര്യപ്രദമാണ്. ചെറിയ ഫംഗ്ഷനാണെങ്കിലും വലിയ ഫംഗ്ഷനാണെങ്കിലൊക്കെ നടത്താൻ എല്ലാം കൊണ്ടും സൗകര്യപ്പെട്ട ഒരു ഓഡിറ്റോറിയമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇനി ഏത് ഫംഗ്ഷനുകളുണ്ടെങ്കിലും എല്ലാ നിരക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ അലിക്ക ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ല സൗകര്യപ്രദമായിട്ടുണ്ട്. ഇപ്പോൾ മുമ്പുള്ളതിനേക്കാളും എല്ലാ നിലക്കും ഉള്ളിലും പുറത്തൊക്കെ പാർക്കിങ്ങിന് മറ്റെല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായവും സഹകരണമൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകണം. സൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പുണ്യദിനങ്ങളുമായി വന്നെത്തുന്ന വിശുദ്ധ റംളാൻ നാളുകളെ വരവേറ്റ് നോമ്പുതുറ സ്പെഷ്യൽ ഓഫറുകളും ശുഭം കൺവെൻഷൻ സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമ ഹരിശങ്കരൻ മുത്തുകുറിശി പറഞ്ഞു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഒരു നല്ല ഓഡിറ്റോറിയത്തിൻ്റെ കുറവ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ ശുഭം കൺവെൻഷൻ സെൻറ്റർ അതേക്കുറിച്ച് നടത്തിവെക്കുകയാണ്. ഇവിടെ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പാവപ്പെട്ടവനും പണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന മിതമായ നിരക്കിൽ വിവാഹ ചടങ്ങുകൾക്കും മറ്റു ആഘോഷ പരിപാടികൾക്കും വേണ്ടി തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. ശുഭം കൺവെൻഷൻ സെൻറ്റർ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൻ്റെ തെളിവായിട്ടുകൊണ്ട് തന്നെ ഈ റംസാൻ മാസത്തെ സ്പെഷ്യൽ ഓഫർ കൊടുത്തുകൊണ്ട് റമദാൻ തുറവി ആഘോഷിക്കുന്നതിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളോടൊത്തുകൊണ്ട് തന്നെ ശുഭം കൺവെൻഷൻ സെൻറ്റർ എല്ലാവിധ ചടങ്ങുകൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയുക. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വാഹനമാർഗം എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്താണ് ശുഭം കൺവെൻഷൻ സെൻറ്റർ ഉള്ളത്. മാത്രമല്ല അടുത്തുതന്നെയാണ് ചെറുകര റെയിൽവേ സ്റ്റേഷനും. പെരിന്തൽമണ്ണയിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത് ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് GEC പ്രവർത്തനം ആരംഭിച്ചു. പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം ജോലിയും അത്യാധുനിക ലാബുകളും കോഴ്സുകളുമാണ് ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പ്രത്യേകത. ജൗഹർ അദാനി കാമിൽ സഖാഫി സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലായി 700-ൽ പരം സെൻറ്ററുകളുള്ള ജിടെക്കിൻ്റെ ഏറ്റവും വലുതും അത്യാധുനിക കോഴ്സുകളുമടങ്ങിയ ജിടെക് സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ നഹദ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. ജൗഹർ അദനി കാമിൽ സഖാഫി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. GEC സെക്ഷൻ്റെ ഉദ്ഘാടനം ജിടെക് ഓപ്പറേഷൻസ് AGM തുളസീധരൻ പിള്ളയും ജിടെക് സെക്ഷൻ്റെ ഉദ്ഘാടനം ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും റോബോട്ട് ലോഞ്ച് സെൻറ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡെന്നി ചോലോപ്പിള്ളിലും നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട് ഇതുപോലെയൊരു സംരംഭം നമ്മുടെ പെരിന്തൽമണ്ണയിൽ വരുന്നത് കാണുമ്പോൾ. ആധുനിക കാലഘട്ടത്തിൽ ഏവർക്കും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പുതിയ ടെക്നോളജിയുമായി ജിടെക് വരുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും ഉപകാരപ്രദമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, അങ്ങനെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കോഴ്സുകളൊക്കെ ആയിട്ട് GTech ഇവിടെ കടന്നു വരുമ്പോൾ ഇത് കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ളതും പഠിക്കാൻ സൗകര്യപ്രദമായി തീരുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരിയധികം നല്ല സൗകര്യങ്ങളോടുകൂടിയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പത്തിൽ എല്ലാവിധ ആധുനിക സൗകര്യത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സെൻ്ററായിട്ട് ഈ GTech എക്സലൻസ് സെൻറ്റർ മാറുകയാണ്. GTech സെൻറ്റർ ഓഫ് എക്സലൻസ് വെബ്സൈറ്റ് ലോഗോ ലോഞ്ചിങ്ങും GTech ജോബ് സെൻറ്റർ ഗോബ്സ് ബാങ്കിൻ്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. GTech HOD ജോസഫ് പി തോമസ്, GCE ഡയറക്ടർ മുഹമ്മദ് ഫാഹിസ് സി, മലപ്പുറം ASO ഓഫീസ് ഇൻചാർജ് അനൂജ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം ജോലിയും ലഭ്യമാക്കുന്ന അത്യാധുനിക രീതിയിൽ ഡിസൈൻ ചെയ്ത ലാബുകളും കോഴ്സുകളുമായാണ് GTech സെൻറ്റർ ഓഫ് എക്സലൻസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള സെൻറ്ററിൽ ശീതീകരിച്ച അത്യാധുനിക ക്ലാസ് മുറികൾ, റോബോട്ട് നേരിൽ കണ്ടു പഠിക്കാനുള്ള സൗകര്യം എന്നിവയുണ്ട്. CA, CMA, CS, റോബോട്ടിക്സ്, AI, ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, VFX തുടങ്ങി 450-ൽ പരം കോഴ്സുകളാണ് GTech നൽകി വരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് GTechൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ്. അപ്പോൾ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നമ്മൾ കാര്യമായിട്ട് കാണുന്നത് കുട്ടികൾക്ക് അപ്പോൾ അത് ജോലി ഉറപ്പാക്കിക്കൊണ്ട് ഒരു കോഴ്സ് ചെയ്ത് ആ കോഴ്സ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജോലി ചെയ്ത് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പം ആഗോളതലത്തിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ ജോലികൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സിലബസ് തയ്യാറാക്കി അതിവിടെ പഠിപ്പിച്ചിട്ട് ഇൻഡസ്ട്രി ലെവലിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ ജോലി തരമായിട്ടുള്ള എല്ലാത്തിനും അതിൻ്റേതായ രീതിയിൽ പഠിപ്പിച്ച് അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അപ്പം പണ്ട് നമ്മൾ ബാക്കിയുള്ള GTechൻ്റെ കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ അഷ്വറൻസ് അല്ല കൊടുക്കുക, നമ്മൾ അസിസ്റ്റൻസ് ആണ് കൊടുക്കുക. ജോബ് ഫെയറും മറ്റും നടത്തിയിട്ട് നമ്മൾ അസിസ്റ്റൻസ് കൊടുക്കും. പക്ഷേ ഇതിന് നമുക്ക് ഒരു അഷ്വറൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അതിന് കാലിബർ ഉള്ളവരും ആയിരിക്കണം. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് കാലിബർ ഉണ്ടെങ്കിൽ 100% അവർക്ക് ജോലി കിട്ടുന്ന തരത്തിൽ ഇൻഡസ്ട്രിയെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ ഇൻറ്റേൺഷിപ്പുകളും നടത്തി ഇപ്പോൾ സ്റ്റൈഫൻഡ് ഇല്ലാതെയോ അവരെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനമാണ് കോളേജ് ഓഫ് എക്സലൻസ്. ഇവിടെ നമ്മളെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോഴ്സസാണ് GTech സെൻറ്റർ ഓഫ് എക്സലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് CA, CMA, CS, അതുപോലെ തന്നെ റോബോട്ടിക്സ്. ഇതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സെറ്റപ്പിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പം ഒരാൾ CA, CMA, CS ഇതൊക്കെ പഠിക്കുമ്പം അവർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോലിയും ചെയ്യാം. അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ നമ്മൾ വി ആർ ഓൾസോ പ്രൊവൈഡിങ് ആർട്ടിക്കൽഷിപ്സ് ആൻഡ് ഇൻറ്റേൺഷിപ്സ് ഓൾസോ. അപ്പോൾ സ്റ്റുഡൻസിന് ഇതിനായിട്ട് വേണ്ടി വേറെ എവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും യുണീക്കായ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റോബോട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും, ഗ്ലോറിയ. അപ്പോൾ റോബോട്ടിക്സ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രാക്ടിക്കലായിട്ട് അതായത് ഗ്ലോറിയയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അതിനെ എന്താ പറയുക ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സെൻറ്റർ ഓഫ് എക്സലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അപ്പോൾ അത് ഇവിടെ സെൻറ്ററിൽ തന്നെ വന്ന് അന്വേഷിച്ചാൽ അതിൻ്റെതായ ഡീറ്റെയിൽസ് കിട്ടും. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, 100% പ്ലേസ്മെൻറ്റ് എന്നിവയും GTech സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പ്രത്യേകതകളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കോൺഗ്രസിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ആരും BJPയിലേക്ക് പോകാവുന്ന അവസ്ഥയെന്നും A. വിജയരാഘവൻ. കോതകുർശിയിൽ 110 kV വൈദ്യുതി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണോദ്ഘാടനം മാർച്ച് 11-ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിക്കും. പദ്ധതി 2 വർഷത്തിൽ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ. വനിതാ ദിനാഘോഷം. മലപ്പുറത്ത് രാത്രി നടത്തവുമായി സ്ത്രീകൾ. സ്ത്രീധനത്തിനെതിരെ ദീപം തെളിയിച്ച് പ്രതിജ്ഞയെടുത്തു. പെരിന്തൽമണ്ണയിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം ആവശ്യം ശക്തമാക്കി ഖാദർ അലി ക്ലബ്ബ്.
PTM ഗവൺമെൻറ് കോളേജിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ക്ലബ്ബ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.